ഫ്രണ്ട്സ്, ഇന്നൊരു കഥയുടെ വീഡിയോ ആണ്. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. കണ്ണെത്തുന്നിടത്ത് കയ്യെത്തണം, കയ്യെത്തുന്നിടത്ത് മെയ്യെത്തണം. എല്ലാം എത്തിയപ്പോൾ അവൾ എത്തിയില്ല. ഇന്നെന്തേ അവളെ കാണാത്തത്? അവൻ വിഷണ്ണനായി കാത്തിരുന്നു. കുറേ നേരമായിട്ടും അവളെ കാണാനില്ലെന്ന് കണ്ടപ്പോൾ അവന് ആകെ വിഷമമായി. ദൂരേക്ക് നോക്കിയപ്പോൾ അപ്പുറത്തെ മാവിൻതോപ്പിൽ 2 വ്യക്തികൾ നിൽക്കുന്നു. ഇതാരാണ് മാവിൻതോപ്പിൽ നിൽക്കുന്നത്? അവൻ വെറുതെ അങ്ങോട്ട് നോക്കി. ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ അവന് സംശയം തോന്നി. ഇത് അവളല്ലേ? അവൾ തന്നെയാണ്. അവൻ ആ സംശയം തീർക്കാൻ വേണ്ടി അവിടേക്ക് നടന്നു ചെന്നു. അതെ, അത് അവൾ തന്നെയായിരുന്നു. കൂടെയുള്ളവൻ്റെ തോളിൽ തലചായ്ച്ച് നിൽക്കുകയാണ് അവൾ. അവളെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, നീ വരുന്നതും കാത്ത് എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. നീ എന്തേ ഇന്ന് വരാതിരുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എന്തിനു വരണം? നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അവൻ ചോദിച്ചു. ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? ഞാൻ നിന്നോട് എന്താവശ്യപ്പെട്ടാലും നീ എനിക്ക് ഒന്നും വാങ്ങി തരുന്നില്ലല്ലോ. ഒരു കാര്യവും നീ എൻ്റെ സാധിച്ചു തരുന്നില്ല. പിന്നെ ഞാൻ എന്തിന് നിൻ്റെ അരികിലേക്ക് വരണം? ഞാൻ ഇവനുമായി സ്നേഹത്തിലാണ്. ഞങ്ങൾ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ സ്നേഹത്തിന് ഒരു വിലയുമില്ല അല്ലേ? അവൾ ചോദിച്ചു. ഇതിനാണോ ഞാൻ നിന്നെ ഇത്രയും കാലം സ്നേഹിച്ചത് എന്ന് അവൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, സ്നേഹം ഉരുട്ടി വിഴുങ്ങിയത് കൊണ്ട് ജീവിതം കഴിയുകയില്ല. ജീവിക്കണമെങ്കിൽ പണം തന്നെ വേണം. പണമില്ലാത്തവൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ ഇന്ന് നേരം കളയാതെ സ്ഥലം വിടാൻ നോക്ക്. ഇത് കേട്ടപ്പോൾ അവന് വലിയ വിഷമമായി. അവൻ അവിടെ നിന്നും നടന്നകന്നു. നടന്നു നീങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിൽ വല്ലാതെ കിടന്നു വിങ്ങി. ശരിയാണ്, പണം വേണം. പണമില്ലാത്തവൻ വെറും പീണമാണ്. അവളുടെ വാക്കുകൾ അവനു പ്രചോദനം നൽകി. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം. തൻ്റെ അച്ഛനും അമ്മയും തന്നെ എത്രയേറെ സ്നേഹിക്കുന്നു. എത്ര കാലം താൻ ജോലിയില്ലാതെ നടന്നു. എന്നിട്ട് പോലും തന്നോട് ഒരു വാക്കുപോലും വിഷമിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. ഒരു പെണ്ണിൻ്റെ മുന്നിൽ താൻ ഇത്രയധികം നാണം കെട്ടല്ലോ, അവൻ വിചാരിച്ചു. ഇനി എങ്ങനെയെങ്കിലും ഒരു ജോലി നേടിയിട്ട് തന്നെ കാര്യം. എന്തായാലും ഡിഗ്രി വരെ താൻ പഠിച്ചല്ലോ. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ഒരു ജോലി തരപ്പെടാതിരിക്കില്ല. പിന്നീടുള്ള അവൻ്റെ ദിവസങ്ങൾ പരിശ്രമത്തിൻ്റേതായിരുന്നു. അവൻ ഒരു ജോലിക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു. അധികം വൈകാതെ അവന് ജോലി കിട്ടി. തരക്കേടില്ലാത്ത ശമ്പളം. അവന് സന്തോഷമായി. അവൻ്റെ അച്ഛനും അമ്മയും അവനേക്കാളേറെ സന്തോഷിച്ചു. അവർ അവനോട് പറഞ്ഞു, ഇനി നമുക്കൊരു വിവാഹമൊക്കെ നോക്കണം. ആയിക്കോട്ടെ. അവൻ ഒരു എതിർപ്പും പറഞ്ഞില്ല. കുറച്ചു കാലങ്ങൾക്കുള്ളിൽ അവൻ്റെ വിവാഹം ശരിയായി. വിവാഹം കഴിഞ്ഞു. പെൺകുട്ടി അതീവ സുന്ദരിയായിരുന്നു. വിവാഹം കഴിഞ്ഞ അന്നേ ദിവസം തന്നെ അവൻ്റെ പ്രണയത്തെക്കുറിച്ചും അവൾ തന്നെ തേച്ചു പോയതിനെക്കുറിച്ചുമൊക്കെ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, പ്രണയമില്ലാത്തത് ആർക്കാണ്? ഇന്ന് എല്ലാവർക്കും പ്രണയം ഉണ്ടാകും. എല്ലാവരുടെ ജീവിതത്തിലും ചെറിയ തരത്തിലെങ്കിലും ഒരു പ്രണയം ഉണ്ടാകും. എനിക്കും ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഞാൻ പ്രണയിച്ച വ്യക്തി ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. പിന്നീട് ഞാൻ വിചാരിച്ചതാണ് ഇനിയൊരു വിവാഹം എനിക്കില്ലെന്ന്. പിന്നെ കുറേ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, വിവാഹം കഴിക്കാതെ നിന്ന് മുരടിച്ചു പോയാൽ തൻ്റെ ജീവിതം വെറും വൃഥാവിലായി പോകും. പിന്നെ ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. പിന്നെ വരുന്ന വിവാഹാലോചനകൾക്കൊന്നും ഞാൻ തടസ്സം പറയാറുണ്ടായിരുന്നില്ല. എന്തായാലും യോഗം ഇവിടെ എത്താനായിരുന്നു. ഈ പ്രണയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 2 പേരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തുല്യ ദുഃഖിതരാണ്. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഇനി അതെല്ലാം മറക്കാം. ഇനി നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കുടുംബവും, അതിലപ്പുറം ഒന്നും ഉണ്ടാവുകയില്ല. ഒന്നും ഉണ്ടാവുകയും ചെയ്യരുത്. അപ്പോൾ അവൻ പറഞ്ഞു, അതെ, അതിലപ്പുറം ഇനി നമുക്കൊന്നുമില്ല. ഇനി നമ്മുടെ ജീവിതം ആരംഭിക്കുകയാണ്. കുറേ കാലങ്ങൾ കഴിഞ്ഞു. അങ്ങനെ അവർ സന്തോഷത്തോടെ കഴിഞ്ഞു പോയി. കുറേ കാലങ്ങൾക്ക് ശേഷം അവർക്കൊരു ആൺകുഞ്ഞു പിറന്നു. അവർ വളരെയേറെ സന്തോഷമായി. അതിലെ ഇരട്ടി മധുരം എന്ന് പറഞ്ഞതുപോലെ ആ കുഞ്ഞുണ്ടായപ്പോൾ കുടുംബജീവിതത്തിന് കുറച്ചും കൂടി ഒരു പുതുമ വന്നു. അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വല്ലാതെ ആഹ്ലാദിച്ചു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാനായി പോകാനൊരുങ്ങി.
ഈ കാലയളവിനുള്ളിൽ അവന് തേച്ചു പോയവളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. അവൾക്കൊരു പെൺകുഞ്ഞും ഉണ്ടായി. അവളെ ഉപേക്ഷിച്ച് അവളെ വിവാഹം കഴിച്ചവൻ ഡൈവോഴ്സായി പോയി. ഈ വിവരമൊക്കെ അവൻ അറിയുന്നുണ്ടായിരുന്നു. അവളിപ്പോൾ ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുകയാണ്, സെയിൽസ് ഗേളായി. അവർ കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാനായി പോയി. അവർ ചെന്നെത്തിപ്പെട്ടത് അവൾ ജോലി ചെയ്യുന്ന തുണിക്കടയിലായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന തുണിക്കട എന്നൊന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല അവർ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഡ്രസ്സുകളുടെ സെക്ഷനിലേക്ക് ചെന്നപ്പോൾ അവളെയാണ് ആദ്യം കണ്ടത്. അവളെ കണ്ടതും അവന് ആകെ ഒരു ജാതിയായി പോയി. എന്നാലും അവൻ്റെ ആ വിഷമം മനസ്സിൽ മുഖത്ത് കാണിക്കാതെ അവളോട് പറഞ്ഞു, കുഞ്ഞിനുള്ള ഡ്രസ്സുകൾ വേണം. അത് കേട്ടപ്പോൾ അവളാകെ പരിഭ്രമിച്ചും അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിച്ചു, ഒരു അപരിചിതനെ കണ്ടതുപോലെ അവൾ ചോദിച്ചു, ഏത് സൈസ് ഡ്രസ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഏത് സൈസായാലും വേണ്ടില്ല, നിങ്ങൾ ഡ്രസ്സ് എടുക്കൂ, ഞങ്ങൾ സെലക്ട് ചെയ്തോളാം. അവൾ ഡ്രസ്സുകൾ എടുക്കാനായി തിരിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇവളാണ് എന്നെ തേച്ചിട്ട് പോയവൾ. അത് കേട്ടപ്പോൾ അവൻ്റെ ഭാര്യ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആൾ നല്ല സുന്ദരിയാണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, അതെ സുന്ദരിയാണ്, പണത്തിനെ സ്നേഹിച്ച സുന്ദരി. അപ്പോൾ അവൻ്റെ ഭാര്യ ചിരിച്ചു. അവർ ഡ്രസ്സുകളെടുത്ത് അവിടെ നിന്നും യാത്രയായി. അവർ നേരെ ഒരു ഹോട്ടലിലേക്ക് കയറി. ചായ കുടിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, അവൾക്ക് എന്നെ കണ്ടിട്ട് ഒരു പരിചയമില്ലാത്ത പോലെയാണല്ലോ അവൾ പെരുമാറിയത്. അപ്പോൾ അവൾ ചോദിച്ചു, നിങ്ങളും ഒരു അപരിചിതനെ പോലെ തന്നെയല്ലേ അവളോടും പെരുമാറിയത്? അതെ, എനിക്ക് അങ്ങനെ പെരുമാറാനാണ് തോന്നിയത് എന്ന് അവൻ മറുപടി പറഞ്ഞു. അവളിപ്പോൾ ഡൈവോഴ്സായി ഈ കടയിൽ ജോലി ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് അവളുടെ ജീവിതം? അവൻ ഭാര്യയോട് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും. ശുഭദിനം.